അടുത്ത ഒരു അഡാറ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സൈസ് 7.3 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ ഫംഗ്ഷൻ? ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 + sin 2x dx. ഓക്കെ, ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ നല്ല സംഭവമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് sin 2x എന്നുള്ള ഒരാൾ കണ്ടോ? ആ sin 2xനെ നമുക്ക് അറിയുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മളെ കയ്യിലുണ്ട്. എന്താണ് sin 2x എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ sin 2θ എന്ന് പറഞ്ഞാൽ 2 sin x ഇൻറ്റു കോസ് എക്സ് ആണ് അല്ലേ? 2 sin x ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ ആളെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇൻ്റഗ്രൽ ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ 1 + അതുപോലെ തന്നെ കിടക്കട്ടെ. sin 2xന് എന്ത് എഴുതുക? 2 sin x കോസ് എക്സ്. ഇനി ഒരു വൺ ട്വിസ്റ്റ്. എന്താണ് ഒരു വൺ ട്വിസ്റ്റ്? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. നമുക്കറിയാം ഇവിടെ ഒരു 1 ഉണ്ട്. ആ 1നെ നമുക്കൊന്ന് കട്ട് ചെയ്യല്ല, ആളെ മാറ്റാൻ പോവാണ്. നമുക്കറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതൊന്നും ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ്. ഇത്തരം ട്വിസ്റ്റുകളാണ് നമ്മൾ ട്രിഗണോമെട്രിയും നമ്മളും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 1ന് പകരം ഇനി നമ്മൾ ആരെ കൊടുക്കുകയാണ്? sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ആളെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1ന് പകരം sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു, പ്ലസ് ഇനി അവിടെ ബാലൻസ് ആരുള്ളത്? 2 sin x കോസ് എക്സ്. ഓക്കെ, ഡി എക്സ്. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. നമ്മൾ പണ്ട് പഠിച്ച ഒരു റിലേഷൻ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഓർമ്മ ഉണ്ടാവും? ഇവിടെ ഒരു എ ഉള്ള ടൈം എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, പ്ലസ് 2ab അറിയോ? അതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം? അതിനൊന്ന് ചുരുക്കി കൊണ്ടുവരാം. ന്യൂമറേറ്റർ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അതുപോലെ തന്നെ കിടക്കട്ടെ. ഡിനോമിനേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ വരുമ്പോൾ എൻ്റെ പ്ലേസിൽ ആരുള്ളത്? സൈൻ എക്സും ബീൻ്റെ പ്ലേസിൽ കോസ് എക്സും ആണുള്ളത്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ക്യാൻസലേഷന് വല്ല പോസിബിലിറ്റി ഉണ്ടോ? ഇല്ലല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ ഡിഫറെൻറ്റ് ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? നമ്മൾ ടി എന്നുള്ള ആൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് എന്നുള്ളത് എന്ത് വരും? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം പ്ലസ് കോസ് എക്സ് ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡി എക്സിന് എങ്ങനെ എഴുതാം? ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, ഇനി ഇതൊന്ന് നമ്മൾ ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ കോസ് എക്സ് നമുക്ക് അവിടെ ഉള്ളത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഉണ്ട്. ഈ ഒരു പ്ലേസിൽ ഇനി ആർക്ക് വരും? ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അതുപോലെ തന്നെ കിടക്കട്ടെ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഓക്കെ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനാണ് നമ്മൾ ആര് കൊടുത്തത്? ടി എന്നുള്ള ആൾ കൊടുത്തത്. അപ്പോൾ അവിടെ എന്ത് വരും? ടി സ്ക്വയർ എന്ന് വരും. പിന്നെ ഡി എക്സിനെ മാറ്റി കഴിഞ്ഞാൽ ഡി ടി ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിൽ ഒരു ന്യൂമറേറ്ററിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സും കോസ് എക്സ് മൈനസ് സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കവിടെ ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഫോമിലുള്ള ഒരാളുണ്ട്, 1/t² dt. നമുക്കിതിനെ എങ്ങനെ എഴുതാം? t⁻² dt എന്ന് എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t⁻²നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? t⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1 പ്ലസ് സി എന്ന് വരും അല്ലേ? എന്താ -2 + 1 പറഞ്ഞാൽ? t⁻−1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് സി. t⁻−1നെ നമ്മൾ താഴേക്ക് തന്നെ കൊണ്ടുവന്നു, അപ്പോൾ അവിടെ ഒരു മൈനസ് വരും, -1/t + c. നമ്മളറിയാം ടി എന്നുള്ള ആൾ നമ്മൾ ആരാ കൊടുത്ത്? കോസ് എക്സ് അല്ലേ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനാണ് നമ്മൾ ടി എന്നുള്ളത് കൊടുത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ -1/sin x പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നുള്ള ടേമിലേക്ക് എത്തും. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ sin² 2x + 5 dx. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഫംഗ്ഷനെ അടിമുടി മാറ്റാൻ പോവാണ്. നോക്കിക്കോ, നമുക്കറിയാം cos 2θ ഒരു ഐഡൻറ്റിറ്റിയാണ് 1 - 2 sin² θ എന്നുള്ളത്. 1 - 2 sin² θ എന്നുള്ളത്. അതിനെ
2 സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് വരും? അതായത് 2 സൈൻ സ്ക്വയർ തീറ്റനെ റൈറ്റ് നിന്ന് ലെഫ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് കോസ് 2 തീറ്റനെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടുകിടത്തി. അപ്പോൾ എന്തായി? 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് വരും. ഇതിനെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് മാത്രമാക്കി കഴിഞ്ഞാലോ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതുവരെ നമുക്ക് എത്തിക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ തീറ്റൻ്റെ പ്ലേസിൽ നമുക്ക് തന്നിട്ടുള്ളത് 2x+5 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈൻ സ്ക്വയർ 2x+5നെ നമുക്ക് ആ ഒരു ഫോമിലിൻ്റെ ഏകദേശം രൂപാന്തരം വരുത്തിയിട്ട് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റൻ്റെ പ്ലേസിൽ 2x+5 സൈൻ സ്ക്വയർ 2x+5 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2 തീറ്റ എന്നല്ല വരുന്നത്. 1 മൈനസ് കോസ് 2 ഇൻറ്റു 2x+5 2x+5 ഓൾ ഡിവൈഡഡ് ബൈ 2 dx എന്ന് എഴുതാം. ഇതുവരെ എഴുതിയത് ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. എന്താണ് നമ്മൾ കോസ് 2 തീറ്റൻ്റെ എക്സ്പാൻഷൻ ഒരു ഫോം എടുത്തു. 3 ഫോമാണ് കോസ് 2 തീറ്റകളുള്ളത്. അതിലുള്ള ഒരു ഫോമാണ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റനെ മാത്രം കണ്ട് അടർത്തി എടുത്ത് ബാക്കി എല്ലാവരും ഒരു സൈഡിലും ഉണ്ട്. അപ്പോൾ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. ഇനി നമ്മൾ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീറ്റൻ്റെ പ്ലേസിൽ 2x+5 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളതിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ സൈൻ സ്ക്വയർ 2x+5 എന്നാണ്. അപ്പോൾ അതിന് നമ്മളെങ്ങനെ എഴുതി? 1 മൈനസ് കോസ് 2 ഇൻറ്റു തീറ്റൻ്റെ പ്ലേസിൽ 2x+5 എന്ന് കൊടുത്തു ഓൾ ഡിവൈഡഡ് ബൈ 2 dx. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 1/2 പുറത്ത് കിടക്കട്ടെ അല്ലേ? ആ 2നെ നമുക്ക് പുറത്ത് കിടക്കട്ടെ. ഇനി നമുക്ക് സെപ്പറേറ്റ് ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 dx ആണ് ഒന്നാമത്തെ ടേം, മൈനസ് ഇൻ്റഗ്രൽ കോസ് കഴിഞ്ഞിട്ടുള്ള 2 നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിക്കൂടെ? അപ്പോൾ എന്ത് വരും? കോസ് 2 ഇൻറ്റു 2x പറഞ്ഞാൽ കോസ് 4x പ്ലസ് 2 ഇൻറ്റു 5 10 dx. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു എന്താണ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് മൈനസ്. ഇനി കോസ് 4x പ്ലസ് 10 dx ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ ഐഡൻറ്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ, അതായത് സൈൻ ax+b എന്നുള്ള ഫോമിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ കോസ് ax+b എന്നുള്ള ഒരു ജനറൽ ഫോം, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യണം. dxൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ ആണല്ലോ, സൈൻ ax+b അതുപോലെ തന്നെ എഴുതാം. ഇനി ഓൾ ഡിവൈഡഡ് ബൈ a എന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ ഐഡൻറ്റിറ്റീസിൻ്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ഈ ഒരു ഫോം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇങ്ങനൊരു ഇത് നമുക്ക് പല ഇൻ്റഗ്രേഷൻ ഫങ്ഷൻസിൻ്റെ ഏരിയാസിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു തീം പ്രകാരം നമുക്ക് ഇവിടെ എങ്ങനെ വരും? കോസ് 4x പ്ലസ് 10 ആണ് അല്ലേ? അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈനാണ്. അപ്പോൾ മൈനസ് സൈൻ 4x പ്ലസ് 10 അതുപോലെ തന്നെ എഴുതുക ഓൾ ഡിവൈഡഡ് ബൈ ആര് വരും? ax+b അതുപോലെ തന്നെ എഴുതിയിട്ട് ഓൾ ഡിവൈഡഡ് ബൈ a എന്നിട്ടത്. അപ്പോൾ ഓൾ ഡിവൈഡ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ആര് വരും? 4 എന്ന് വരും. ഓക്കെ, പ്ലസ് c. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ x/2 ഒരു ടേം വരും, മൈനസ് സൈൻ 4x പ്ലസ് 10 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8 വരും, പ്ലസ് c. ഇതാണ് നമ്മൾ റിക്വയർഡ് ആൻസർ. അപ്പോൾ ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എക്സൈസ് 7.3 18th ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പുലിയാണെങ്കിലും എലി പോലെ നമുക്ക് എന്ത് ചെയ്യാം? 2 സ്റ്റെപ്പിൽ തീർക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? cos 2x പ്ലസ് 2 sin square x ഡിവൈഡ് ബൈ cos square x. നമുക്ക് cos 2xൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മളെ കയ്യിലുണ്ട്, ഓർമ്മ ഉണ്ടോ? cos 2xനെ ഇവിടെ sin square x വന്നുകൊണ്ട് തന്നെ ആ ഒരു sin square x വരുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മളെ കയ്യിലുണ്ട്. എന്താണ്? 1 - 2 sin square x എന്നുള്ള.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി കോസ് ടു എക്സിന് പകരം ആര് കൊടുക്കുക? ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇനി അവിടെ ആരുണ്ട്? 2 സൈൻ സ്ക്വയർ എക്സ്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? കോസ് സ്ക്വയർ എക്സ്. കഴിഞ്ഞു, ആൻസർ കിട്ടി. കഴിഞ്ഞു. എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സും 2 സൈൻ സ്ക്വയർ എക്സും ക്യാൻസൽ. ഒന്ന് പ്ലസ് ഒന്ന് മൈനസും. ഇനി അവിടെ ആരാളുള്ളത്? 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഉള്ളത്. എന്താ 1 ബൈ കോസ് സ്ക്വയർ എക്സ് പറഞ്ഞാൽ 6 സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻറ്റഗ്രൽ 6 സ്ക്വയർ എക്സ് ഡി എക്സ്. ആരാണ് ഇൻറ്റഗ്രൽ 6 സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ? ഈസി ആയിട്ട് നമുക്ക് പറയാം ടാൻ എക്സ് അല്ലേ, ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ ഐഡൻറ്റിറ്റീസ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഈസി ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഒരു സൂപ്പർബ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രിഗണോമെട്രീൻ്റെ ഏറ്റവും സൈക്കോ വേർഷനാണ്. കോസ് റൈസ് ടു 4 2x. ഈ ഒരു ഫംഗ്ഷൻ എക്സൈസ് 7.3 11th ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ കോസ് റൈസ് ടു 4 2x dx. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാനുണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷന്. ആദ്യം നമ്മൾ കോസ് റൈസ് ടു 4xനെ എങ്ങനെ എഴുതാൻ പോവാണ്? കോസ് സ്ക്വയർ 2x ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ് dx. ഇതും ക്വസ്റ്റ്യനും തമ്മിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അല്ലേ? ഇനി നമുക്കറിയാവുന്ന പോലെ കോസ് 2xൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ കോസ് സ്ക്വയർ എക്സിൻ്റെ ടേമിലേക്ക് മാത്രം എഴുതാം. അപ്പോൾ 2 കോസ് സ്ക്വയർ എക്സിനെ ഈ സൈഡ് കൊണ്ടുവന്നു. അപ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് അല്ലെങ്കിൽ -1നെ ഈ സൈഡ് കൊണ്ട്. അപ്പോൾ എന്ത് വരും? കോസ് 2x പ്ലസ് 1. ഇനി കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? കോസ് 2x പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ കയ്യിലുള്ളത് കോസ് സ്ക്വയർ 2x ആണ്. അപ്പോൾ ഇനി ആ എക്സ് റീപ്ലേസ്ഡ് ബൈ 2x ആക്കി കഴിഞ്ഞാൽ കോസ് സ്ക്വയർ 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 4x അല്ലേ? 2xന് പകരം എക്സിന് പകരം ആര് കൊടുത്തു? 2x. അപ്പോൾ 2 × 2x. അപ്പോൾ അത് എന്ത് വരും? 4x വരും. കോസ് 4x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇയാളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ 2xന് പകരം ഞാൻ ആര് കൊടുക്കാം? കോസ് 4x പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ dx. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കിടക്കുന്നുണ്ട് 1/2 സ്ക്വയർ അല്ലെങ്കിൽ 1/4. 1/4നെ ഞാൻ ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നു. 1/4 ഇൻറ്റഗ്രൽ കോസ് 4x പ്ലസ് 1 ഓൾ സ്ക്വയർ dx എന്നുള്ള ഫോമിലെത്തി. ഇനി നമുക്കറിയാം a പ്ലസ് ബി ഓൾ സ്ക്വയർ a മൈനസ് ബി ഓൾ സ്ക്വയർ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ a പ്ലസ് ബി ഓൾ സ്ക്വയറിനെ നമുക്കിവിടെ കോസ് 4x പ്ലസ് 1 ഓൾ സ്ക്വയർ എന്നുള്ള ആളെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ, a പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ ടേമിൽ. അപ്പോൾ a സ്ക്വയർ പിന്നെ b സ്ക്വയർ വരും, പിന്നെ ഒരു പ്ലസ് ആയതുകൊണ്ട് 2ab വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റേജാണ്. 1/4 ഇവിടെ പുറമേ ഉള്ള ആളാണ്, അതവിടെ നിൽക്കട്ടെ. ഇൻറ്റഗ്രൽ a സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? കോസ് 4x ഓൾ സ്ക്വയർ അല്ലേ? കോസ് 4x a സ്ക്വയർ പ്ലസ് ഒരു b സ്ക്വയർ വരും. 1 സ്ക്വയർ എന്താ 1 തന്നെയാണ്. പ്ലസ് 2 കോസ് 4x × 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വരിക. ഓക്കെ, dx. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ എഗെയിൻ ഒരു കോസ് 4x വന്നിട്ടുണ്ട് അല്ലേ? എഗെയിൻ ഒരു കോസ് സ്ക്വയർ 4x വന്നിട്ടുണ്ട്. അതായത് ഈക്വൽ ടു 1/4 ഇൻറ്റഗ്രൽ കോസ് സ്ക്വയർ 4x എന്ന് എഴുതാം. കോസ് 4x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും കോസ് സ്ക്വയർ 4x എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം. പ്ലസ് 1 പ്ലസ് 2 കോസ് 4x. ഇതാണ് നമ്മളെ എൻ്റെ ഫംഗ്ഷന് ചേഞ്ച് വന്നതിന് ശേഷം വരുന്നത്. ഇവിടെ ഈ കോസ് സ്ക്വയർ 4xനെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഐഡൻറ്റിറ്റി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. എങ്ങനെ വരുത്താം? അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ത്? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2x പ്ലസ് 1/2 ആണ്. അങ്ങനെയെങ്കിൽ കോസ് സ്ക്വയർ എക്സ് റീപ്ലേസ്ഡ് ബൈ 4x ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? കോസ് സ്ക്വയർ
4x ഈക്വൽ ടു എക്സ് റീപ്ലേസ്ഡ് ബൈ 4x ആണ് അല്ലേ. അപ്പോൾ കോസ് 2 ഇൻറ്റു 4x അതായത് 8x പ്ലസ് 1/2 എന്ന് വരും. ഓക്കെ, ഇയാളെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 1/4 ഇൻ്റഗ്രൽ, അവിടെ ഒരു 1 ഉണ്ട്, 1നെ നമ്മൾ ആദ്യം എഴുതി, 1 പ്ലസ് കോസ് സ്ക്വയർ 4xന് നമുക്ക് എന്ത് കൊടുക്കുക? കോസ് 8x പ്ലസ് 1/2 എന്ന് വരും. ഇനി അവിടെ ആരാ ബാലൻസ് ഉള്ളത്? 2 കോസ് 4x ആണ് നമുക്കവിടെ ബാലൻസ് ഉള്ളത്, dx. ഓക്കെ ആണല്ലോ, ഇതുവരെ ക്ലിയർ അല്ലേ? നമ്മൾ ആ 2 വട്ടം നമ്മൾ ആ കോസ് ടു എക്സിൻ്റെ ഐഡൻറ്റിറ്റി 2 വട്ടം മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ട് എന്ത് ചെയ്തു? സെയിം ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രേഷന് മുന്നേ തന്നെ സിംപ്ലിഫിക്കേഷനിൽ തന്നെ നമ്മളത് അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ ഉള്ളത് നോക്കാം. ഈക്വൽ ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/4 എല്ലാവർക്കും കോമൺ ആണ്, പ്രത്യേകം ബ്രാക്കറ്റ് ഇടണം, മറക്കരുത്. ഇനി ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ 1 dx ആണ്. ഓക്കെ, പ്ലസ് ഇൻ്റഗ്രൽ കോസ് 8x പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നുണ്ട്. ആ അതിൽ 1/2നെ ഞാൻ ഒരു ടേമിൻ്റെ കൂടെ പുറത്തെടുത്തു. രണ്ടാൾക്കും 1/2 ബാധകമാണ്. ആർക്കൊക്കെ? കോസ് 8xനും 1നും ബാധകമാണ്. അപ്പോൾ 1/2 ഫസ്റ്റത്തെ ടേമിൽ നിന്ന് പുറത്തെടുത്തു. അവിടെ എന്ത് വരും? കോസ് 8x dx പ്ലസ് എഗെയിൻ ഒരു 1/2 വരും. കാരണം ആ 1നും ആര് ബാധകമാണ്? ഈ 1/2 ബാധകമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx പ്ലസ് ഇനി അവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 4x dx. ഓക്കെ, ഈ ഓരോ ആൾക്കാരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നോക്കാം. 1 dx, 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? 1ന് x എന്ന് വരും, പ്ലസ് 1/2 ഇൻറ്റു കോസ് 8x. കോസ് 8xനെ ഇൻ്റഗ്രൽ കോസ് 8x dxനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? സൈൻ 8x ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. ഈ ഒരു ഐഡൻറ്റിറ്റി ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻസിൽ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ഒരു ഇൻ്റഗ്രലിൻ്റെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. സൈൻ AX, ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ സൈൻ AX ആണെങ്കിൽ എന്താ വരിക? സൈനിന് മൈനസ് കോസ് AX ബൈ A എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, അപ്പോൾ സൈൻ 8xന് എന്ത് വരും? സൈൻ 8x കോസ് 8xന് സൈൻ 8x ബൈ 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ എഴുതി വെക്കാം. ഇൻറ്റു കോസ് 8xന് നമുക്ക് സൈൻ 8x ബൈ 8 എന്ന് വരും, പ്ലസ് 1/2 ഇൻറ്റു 1 dxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x ആണല്ലേ, പ്ലസ് 2 അതാണ് കോസ് 4x അതുപോലെ തന്നെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് അതുപോലെ തന്നെ വരുന്നതാണ്. കോസ് 4x നമുക്കിവിടെ 4x വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ കോസ് 4x dxനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈൻ, കോസിൻ്റെത് സൈൻ തന്നെയാണല്ലേ, ഡെറിവേറ്റീവ് ഇടയ്ക്ക് ഡെറിവേറ്റീവ് കയറി വരുന്നുണ്ട്. സൈൻ 4x ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ 2 ഇൻറ്റു സൈൻ 4x ബൈ 4. ഇനി നമുക്കൊന്ന് ടോട്ടൽ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4 അവിടെ കോമൺ ആണ്, ആളെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുക്കാനായിട്ടില്ല, കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് ടേം നമുക്ക് x ആണ്, പ്ലസ് 2/8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 വരും അല്ലേ. അപ്പോൾ സൈൻ 8x ബൈ 16, സൈൻ 8x ബൈ 16, സൈൻ 8x ബൈ 16 പ്ലസ് x/2 പ്ലസ് 2ഉം 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 4x ബൈ 2, ഇവിടെ 2 ഉണ്ടാവും. ഓക്കെ, ഇനി 1/4ൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ x/4 പ്ലസ് സൈൻ 8x ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 64 വരും. 64 പ്ലസ് x/4 ഇൻറ്റു 2 പറഞ്ഞാൽ 8 വരും. സൈൻ 4x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 വരും. നമുക്കൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. അതായത് x/4ഉം പ്ലസ് അല്ലേ, നമ്മളെ കയ്യിൽ ഇവിടെ രണ്ടാൾക്കാരുണ്ട്, x/4 പ്ലസ് x/8 ഉണ്ട്. ഇതിനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 32 വരും, 12x ബൈ 32 വരും. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം?
32 3x/4 എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടേം എന്താ വരുന്നത്? ഫസ്റ്റ് ടേം വരുന്നത് 3x/4 ഈക്വൽ ടു 3x/4 പ്ലസ് 1/64 സൈൻ 8x പ്ലസ് 1/8 സൈൻ 4x പ്ലസ് സി ഇടാൻ മറക്കരുത്. ക്ലിയർ ആണല്ലോ? അഡ്ഡാർ ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 7.3 8th ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താ? 1 - cos x ഡിവൈഡഡ് ബൈ 1 + cos x നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ 1 - cos x ഡിവൈഡ് ബൈ 1 + cos x dx. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 1 - cos x നമ്മൾ എന്ത് ചെയ്യാണ്? ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് വേറൊരാളെ കൊണ്ടുവരികയാണ്. 1 + cos x പകരം അതേ ഐഡൻറ്റിറ്റീസ്, അതിലുള്ള ഒരു സിമിലർ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് മറ്റൊരാളെ കൊണ്ടുവരികയാണ്. അതിന് ശേഷം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റി ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം cos 2x 3 ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലെ? cos 2θക്ക് 3 ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? അതിലൊന്നാണ് cos 2x ഒരു ഐഡൻറ്റിറ്റിയാണ് 2 cos square x -1 എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി. ഓക്കെ, ഇവിടെ ഈ -1 ലെഫ്റ്റിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ cos 2x + 1 = 2 cos square x എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനിൽ നമ്മൾ ആംഗിൾ ആയിട്ട് കിടക്കുന്നത് ഇപ്പോൾ എക്സ് മാത്രമാണ്. ഒരു സൈഡ് 2x, ഒരു സൈഡ് എക്സ് മാത്രമാണ്. ആ എക്സിനെ ഞാൻ മാറ്റിയിട്ട് എന്താക്കാണ്? x/2 എന്നുള്ള ടേമിലേക്ക് മാറ്റുകയാണ്. അതായത് എക്സ് എന്നുള്ള ആൾ റീപ്ലേസ്ഡ് ബൈ x/2. അപ്പോൾ നമുക്ക് എന്ത് വരും? cos 2 × x/2 + 1 2 cos square x/2 എന്നുള്ള ടേം വരും. ഫസ്റ്റിലത്തെ ആളെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് cos x + 1 നമുക്ക് എന്ത് കിട്ടും? 2 cos square x/2 എന്നുള്ള ഒരാളെ നമുക്ക് കിട്ടും. ഈ cos x + 1 ആണ് ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള 1 + cos x പകരം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കവിടെ 1 - cos x ഉണ്ട്. ആളെ നമുക്ക് ഇതേ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് മാറ്റാം. നമുക്കറിയാം cos 2x മറ്റൊരു റിലേഷനാണ് എന്ത്? 1 - 2 sin square x എന്നുള്ളത്. ഈ -2 sin square x ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താവും? +2 sin square x എന്നാവും. അപ്പോൾ പ്ലസ് cos 2x ഉണ്ടാവുമല്ലോ. ആ ലെഫ്റ്റിലുള്ള cos 2x റൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 1 - cos 2x എന്ന് മാറും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ എക്സ് എന്നുള്ള ആംഗിളിനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുകയാണ്? x/2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് റീപ്ലേസ്ഡ് ബൈ x/2. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 sin square x/2 = 1 - cos 2 × x/2 എന്ന് വരും. ആ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 sin square x/2 = 1 - cos x എന്ന് വരും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള 1 - cos x പകരം ഇനി നമ്മൾ ആരെ കൊടുക്കാൻ പോകുന്നത്? 2 sin square x/2. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്തിട്ട് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി നമുക്ക് 1 - cos x പകരം ആരെ കൊടുക്കാം? 2 sin square x/2 എന്നുള്ള ആളെ കൊടുക്കുക. 1 + cos x പകരം നമുക്ക് ഇനി ആര് കൊടുക്കാം? 2 cos square x/2 dx. ഇതാണ് നമ്മൾ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. നമുക്കറിയാം sin square സംതിങ് ഡിവൈഡഡ് ബൈ cos square സംതിങ് ഓൾവേസ് എന്താണ്? tan square സംതിങ്. അപ്പോൾ ഇൻറ്റഗ്രൽ tan square x/2 dx. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നമുക്ക് tan square ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ tan square നമ്മുടെ കയ്യിലുള്ള സ്ക്വയർ ടേം 6² ആണ് അല്ലേ? 6² നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? 6² ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? tan x എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ 6² മാറ്റാൻ 6² x tan square x തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. എന്താണ്? 1 - tan square x = 6² x - 1 എന്നുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഇനി tan square x പകരം ആര് എഴുതുക? 6² x/2 - 1 dx. ഇനി ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രി
എന്നുള്ള ഒരു ടേം കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് 1 പ്ലസ് കോസ് എക്സ് എന്ന് നമ്മളിങ്ങനെ ഐഡൻറ്റിറ്റീസ് ഒക്കെ അപ്ലൈ ചെയ്ത് എവിടെ എത്തിയ അവസാനം നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയ 6² എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ എത്തി. ഓക്കെ, ഇനി നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ടാളായിട്ട് ഇൻ്റഗ്രേറ്റ്, ഫസ്റ്റ് ടേം 6² ആണ്, രണ്ടാമത്തെ -1 രണ്ടാളെ സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 6² സംതിങ്ങിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മറ്റൊരു ഐഡൻറ്റിറ്റി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സിക്ക് 6² ax + bനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. പക്ഷേ ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എന്താണ് 6²x നമുക്കറിയാം tan² ആണ് അല്ലേ, tan² ആണ്. ഇനി ഇവിടെ ax + b എന്നാണ് വരുന്നത്. അവിടെ b പോട്ടെ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്, ഏത് a എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, tan² ax + b ഓൾ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എനെ താഴേക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, 6² സംതിങ്ങിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, tan x/2 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് ഇവിടെ വരുന്നത്, 1/2 ആണ്. 1/2 മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -x + c. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള 1/2നെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 tan x/2 - x + c എന്നാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ, മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 7.3 9th ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ ഈ ഒരു ഫംഗ്ഷന് cos x ഡിവൈഡഡ് ബൈ 1 + cos x dx, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ പല സമയത്തും പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ചില മാറ്റത്തിരുത്തലുകൾ വിധേയമാക്കണം. അതൊക്കെ ചെയ്ത് ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്ത് ഏറ്റവും സിമ്പിൾ ഇൻ്റഗ്രബിൾ ഫോമിൽ എത്തിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻ്റഗ്രേഷൻ ഫിനിഷ് ചെയ്യണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ന്യൂമറേറ്ററിൽ cos x മാത്രമേ ഉള്ളൂ അല്ലേ, cos x തനിച്ച് ഇന്ന് ബോറടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, cos xൻ്റെ കൂടെ ഇൻ്റഗ്രൽ cos xൻ്റെ കൂടെ ഒരു +1 ഒരു -1 കൊടുത്തു. ഒരു +1 -1 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ cos xൻ്റെ ഒരു കമ്പനി ആയും ചെയ്തു, അത്രേ ഉള്ളൂ. ആ +1 -1 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി എന്ത് തന്നെയാണ്, ആ ടേം ഇല്ല അവിടെ. ഓക്കെ, cos x മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിനോമിനേറ്ററിൽ 1 + cos x. ഇനി നമ്മൾ ആ കൊടുത്ത +1നെ ഞാൻ ആദ്യം എഴുതി, അതായത് 1 + cos x -1 ഡിവൈഡഡ് ബൈ 1 + cos x എന്ന് എഴുതി. ഓക്കെ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ NCERT പറഞ്ഞ ആൻസറിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നോക്കുക, അതായത് 1 + cos x ഡിവൈഡഡ് ബൈ 1 + cos x -1/1 + cos x. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത്, ഡിനോമിനേറ്റർ നമ്മൾ ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഒരു ടേമായിട്ട് 1 + cos x -1നും ഒരു ടേമായിട്ട് കൊടുത്തു. എഫക്റ്റീവ്ലി സെയിം ആണ്, പ്രത്യേകിച്ച് ഫംഗ്ഷനിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഒരു മാറ്റം വരാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ടേം 1 + cos x ഡിവൈഡ് ബൈ 1 + cos x എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. അപ്പോൾ 1 - 1/1 + cos x dx എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടേമായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ 1 dx മൈനസ് ഇൻ്റഗ്രൽ 1/1 + cos x dx. ഓക്കെ, നമുക്കറിയാം ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x തന്നെയാണ് അല്ലേ. പക്ഷേ ഇൻ്റഗ്രൽ 1/1 + cos x എന്താ, നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്കിവിടെ ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കണം. ഓക്കെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്കറിയാം cos 2x ഐഡൻറ്റിറ്റീസിൽ പെട്ട ഒരു റിലേഷനാണ് എന്ത്, cos 2x ഒന്നാണ് 2 cos² x -1 എന്നുള്ളത്, 2 cos² x -1 എന്നുള്ളത്. ഇതിൽ നിന്ന് -1ന് ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും, cos 2x + 1 = 2 cos² x എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ആംഗിൾ എക്സിലാണുള്ളത് അല്ലേ, cos 2 × x പിന്നെ cos² x ആണുള്ളത്. ആ എക്സിനെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ആൾക്ക് പകരം x/2നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക, എക്സ് എന്നുള്ള ആൾ റീപ്ലേസ്ഡ് ബൈ
x/2. അപ്പോൾ എന്ത് വരും? കോസ് 2 ഇൻറ്റു x/2 എന്നല്ലേ വരിക. എക്സിന് പകരം x/2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു x/2 പ്ലസ് 1 ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x/2 എന്ന് വരും. ഫസ്റ്റ് 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വരും? കോസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x/2. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലുള്ള 1 പ്ലസ് കോസ് എക്സിന് അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് 1ന് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആരാണ്? 2 കോസ് സ്ക്വയർ x/2 ആണ്. ഓക്കെ, അപ്പോൾ എന്താ മാറ്റം വരിക? നമുക്ക് ആ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കളഞ്ഞാലോ? അപ്പോൾ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ, അവിടെ കിട്ടണ്ടേ. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx മൈനസ് ഇൻ്റഗ്രൽ 1/2 കോസ് സ്ക്വയർ x/2 എന്ന് വരും. 2 കോസ് സ്ക്വയർ x/2. എന്തിനാ അപ്പോൾ നമ്മളിത് ചെയ്തത്? അവിടെ ഓൾറെഡി കോസ് തന്നെ അല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ കോസ് അല്ലേ കിട്ടുക? പക്ഷെ ഒരു മാറ്റമുണ്ട്, സ്ക്വയർ വന്നു. പിന്നെ അതുപോലെ തന്നെ 1/cos സ്ക്വയർ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഒരു 1/2 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/cos സ്ക്വയർ സംതിങ്ങിന് നമുക്ക് എന്ത് ചെയ്താൽ 6 സ്ക്വയർ ചെയ്താൽ 6 സ്ക്വയർ എക്സിന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ, പൊളിയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 dx ആണ് ഫസ്റ്റത്തെ ടേം മൈനസ് 1/2നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ അവിടെ ഉള്ള ആൾ കോസ് സ്ക്വയർ x/2 ആണ്. ആളെ നമുക്ക് ഇനി എന്ത് എഴുതാം? 6 സ്ക്വയർ x/2 dx എന്ന് എഴുതാം. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ? ഈസി ആയിട്ട് ചെയ്യാൻ മാത്രമല്ല, ഇവിടെ നമ്മൾ ഒരു ബൈഹാർട്ട് ചെയ്യേണ്ട മറ്റൊരു ഐഡൻറ്റിറ്റി കൂടി ഉണ്ട്. 6 സ്ക്വയർ ax പ്ലസ് ബി എന്നുള്ള ഒരു ടേമിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ടാൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ, സോറി ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ ax പ്ലസ് ബി എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഡിവൈഡഡ് ബൈ ആ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എയും കൂടി ഇടണം. ഈ ഒരു ഫോമിലാണ് നമ്മൾ ആ ഒരു ഫംഗ്ഷനെ ഇങ്ങനത്തെ ഈ ടൈപ്പിൽ വരുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ 1ന് ഫസ്റ്റ് ടേം 1 ആണ്. 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എക്സ് തന്നെയാണ് അല്ലേ. മൈനസ് 1/2 ഇൻറ്റു 6 സ്ക്വയർ x/2നെ ഇപ്രകാരം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ x/2 ഓൾ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ ആരാ വരുന്നത്? 1/2 ആണ്. പ്ലസ് 2 ടേമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെങ്കിലും കോൺസ്റ്റൻറ്റ് കോമൺ ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് 1/2 ഓക്കെ ഇൻറ്റു ആ ടാൻ x/2ൻ്റെ ഡിനോമിനേറ്ററിലുള്ള 1/2 ഉണ്ടല്ലോ, റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ കൊണ്ടുവന്നു. 2 ടാൻ x/2 പ്ലസ് സി എന്നായി. അത് കണ്ടാലേ അറിയാം നമുക്ക് അവിടെ ഒരു ക്യാൻസലേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ x/2 പ്ലസ് സി എന്ന് വരും. ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. അടിപൊളിയല്ലേ? ഓക്കെ, നോട്ട് ചെയ്തു. അടുത്ത ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ, എക്സസൈസ് 7.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ സൈൻ 3x കോസ് 4x dx. ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈനും പിന്നെ കോസും ആണ്. നമുക്ക് അറിയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മളെ കയ്യിലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏതാണ്? 2 സൈൻ എ ഇൻറ്റു കോസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ CD ഫോർമുല ഉണ്ടല്ലോ, അതിൻ്റെ കണക്ഷനാണ്. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി അല്ലേ. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ സൈൻ എ ഇൻറ്റു കോസ് ബി നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു സൈൻ 1/2 ഇവിടെ കോമൺ ആയിട്ട് വരും. ഇൻ ബ്രാക്കറ്റിൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യനിൽ സൈൻ 3x 4x ആണുള്ളത് അല്ലേ, കോസ് 4x ആണുള്ളത്. അവിടെ ആ സൈനും കോസും കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ അതിന് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി നേരെ അപ്ലൈ ചെയ്യുക, അതിനെ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് വരിക, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ എക്കും ബിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുക. 3x 4x കൊടുക്കുക. അപ്പോൾ എ എന്നുള്ളത് റീപ്ലേസ്ഡ് ബൈ 3x പിന്നെ ബി എന്നുള്ളത് റീപ്ലേസ്ഡ് ബൈ 4x. അപ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ 3x ഇൻറ്റു കോസ് 4x ഈക്വൽ ടു 1/2 അവിടെ കോമൺ ആയിട്ട് ആൾ പുറത്ത് നിൽക്കട്ടെ. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3x പ്ലസ് 4x. അതിന് നമുക്ക് എന്ത് എഴുതാം? സൈൻ 7x എന്ന് എഴുതാം. പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 3x മൈനസ് 4x അല്ലേ. അപ്പോൾ എന്താ വരിക? സൈൻ മൈനസ് എക്സ് എന്ന് വരും.
ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ മൈനസ് എക്സ് എന്താണ്? സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കതിനെ ഫൈനലി എങ്ങനെ എഴുതാം? സൈൻ 3x ഇൻറ്റു കോസ് 4xനെ നമുക്ക് 1/2 സൈൻ 7x മൈനസ് സൈൻ എക്സ് എന്ന് എഴുതി കൂടെ? ഓക്കെ, ഇവിടെ വരെ എത്തി. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള സൈൻ 3x കോസ് 4xനെ സൈൻ 3x കോസ് 4xന് പകരം ഇനി ആരെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ഇൻ്റഗ്രൽ 1/2നെ നമുക്ക് ആദ്യം അങ്ങോട്ട് പുറത്ത് കൊണ്ടുവരാം അല്ലേ? 1/2 അവിടെ നിൽക്കട്ടെ. സൈൻ 7x മൈനസ് സൈൻ എക്സ്, ഓക്കെ, ഡി എക്സ്. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ? അപ്പോൾ എന്ത് വരും? 1/2 ഇൻ ബ്രാക്കറ്റിൽ ഇൻ്റഗ്രൽ സൈൻ 7x ഡി എക്സും മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ സൈൻ 7xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ എ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഐഡൻറ്റിറ്റി, നമ്മളിങ്ങനെ ഒരു റിലേഷൻ നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സൈൻ എ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ആണല്ലേ? മൈനസ് കോസ് എ എക്സ് ബൈ എ പ്ലസ് സി എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമ്മളിവിടെ 1/2 ഇൻ ബ്രാക്കറ്റിൽ സൈൻ 7xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് ആണല്ലേ? മൈനസ് കോസ് 7x ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ പ്ലസ് കോസ് എക്സ് എന്നും വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -1/2 × 7 എത്ര? 14 കോസ് 7x പ്ലസ് 1/2, ഇവിടെ ഒരു സി ഉണ്ട് അല്ലേ? പ്ലസ് സി, 1/2 കോസ് എക്സ് പ്ലസ് സി എന്നാണ് നമ്മളെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. നമ്മളെ എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 7.3 7th ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ. എന്താണ്? സൈൻ 4x ഇൻറ്റു സൈൻ 8x. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ആണ്. ഇൻ്റഗ്രൽ സൈൻ 4x ഇൻറ്റു സൈൻ 8x ഡി എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് ഐഡൻറ്റിറ്റി ഈസി ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാം? ഇവിടെ സൈനും സൈനും ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 2 സൈൻ എ സൈൻ ബി വരുന്നത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാം? 2 സൈൻ എ സൈൻ ബി എന്താ വരിക? കോസിലെ വരിക അല്ലേ? കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് നമുക്ക് വരിക. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നുള്ളത്. ഓക്കെ, ഈ 2നെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ എ സൈൻ ബി ഈക്വൽ ടു എന്താവും? 1/2 ഇൻ ബ്രാക്കറ്റിൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം എ ബി എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ? 4x 8x ആണല്ലേ? അപ്പോൾ നമുക്ക് എനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കാം? 4x എന്ന് കൊടുക്കുക. ബി എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് 8x കൊടുക്കുക. അപ്പോൾ എന്ത് വരും? സൈൻ 4x ഇൻറ്റു സൈൻ 8x ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x മൈനസ് 8x ആണ് അല്ലേ? ഇവിടെ എ 4x ആണ്. അപ്പോൾ 4x മൈനസ് 8x എന്ന് പറയുമ്പോൾ കോസ് മൈനസ് 4x എന്നാണ് വരിക. ഓക്കെ, മൈനസ്. ഇനി ഇവിടെ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4x പ്ലസ് 8x ആണ്. അപ്പോൾ എന്ത് വരും? കോസ് 12x എന്ന് വരും. ഓക്കെ, എന്താണ് കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ? കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ മൈനസ് കോസ് എക്സ് അല്ല എഴുതുക, വെറും കോസ് എക്സ് ആണ് എഴുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന കോസ് മൈനസ് 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്തെഴുതുക? ഇൻ ബ്രാക്കറ്റിൽ കോസ് 4x എന്ന് തന്നെ എഴുതാം. കോസ് 4x മൈനസ് കോസ് 12x. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള സൈൻ 4x ഇൻറ്റു സൈൻ 8xന് പകരം ഇയാളെ കൊടുത്തൂടെ? അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ മുന്നേ ഇവിടെ 1/2 എന്താണ്? കോൺസ്റ്റൻ്റ് ആണല്ലേ? അപ്പോൾ ഈക്വൽ ടു 1/2നെ നമുക്ക് കൊണ്ട് പുറത്ത് കൊണ്ടുവരാം. ഒരു ടെൻഷൻ വേണ്ട. ഇനി എന്ത് വരും? ഇൻ്റഗ്രൽ കോസ് 4x മൈനസ് കോസ് 12x ഡി എക്സ്. രണ്ടാക്കും സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1/2 ബ്രാക്കറ്റ് എഴുതാൻ മറക്കരുത്. ഇൻ്റഗ്രൽ കോസ്
4x ഡി എക്സ് എന്നുള്ള ഫസ്റ്റ് ടേമും ഇൻ്റഗ്രൽ കോസ് 12x ഡി എക്സ് എന്നുള്ള സെക്കൻഡ് ടേമും വരും. ഇനി നമുക്കറിയാം, നമ്മളെ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് ഇൻ്റഗ്രൽ കോസ് എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതണം? കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? വെറും സൈനാണ് അല്ലേ? അപ്പോൾ സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് സി എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1/2 ഇവിടെ കോമൺ ആണ് ബ്രാക്കറ്റിൽ. കോസ് 4x എന്താണ് വരിക? ഇൻ്റഗ്രൽ എന്താ? സൈനാണ്. അപ്പോൾ സൈൻ 4x, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 4 ആണല്ലോ, മൈനസ് കോസ് 12x നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 12x ഡിവൈഡഡ് ബൈ 12 പ്ലസ് സി. ഓക്കെ, ഇനി ആ 1/2 നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സൈൻ 4x ഡിവൈഡഡ് ബൈ 8 എന്നുള്ള ഒരു ആൻസറും സൈൻ 12x ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 എന്താണ്? 24 പ്ലസ് സി. ഈ ഒരു ആൻസറാണ് നമുക്കിതിന് കിട്ടുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ചുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും ഈസി ഇൻറ്റഗ്രബിൾ ഫോമിൽ എത്തിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ?